ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ടെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് വിജിലൻസ് അന്വേഷണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 29 പവൻ സ്വർണം കാണാനില്ലെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. രേഖകൾ പ്രകാരം തന്നെ. അതല്ലാതെ ഒരുപാട് സ്വർണ്ണമുണ്ട് എന്നും പറയുന്നുണ്ട്. കാരണം ഇതിനും കൃത്യമായിട്ട് റെസീറ്റ് കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ മാത്രമല്ല, ഇത് വലിയ പണം പിരിച്ചിട്ടുണ്ട് കൊടിമരം മാറ്റുന്നതിൻ്റെ പേരിൽ. പക്ഷേ ആന്ധ്രയിലെ ഒരു ഫോണിക്സ് കമ്പനിയാണ് ഇത് സ്പോൺസർ ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ പിരിച്ച പണം ഇവിടെ പോയി, കോടിക്കണക്കിന് റുപ്യ ഇവിടെ പോയി. അതുപോലെ തന്നെ സ്വർണവും പിരിച്ചിട്ടുണ്ട്. ആ സ്വർണം എവിടെയാണ് പോയത്? എല്ലാം ഏതാണ്ട് 10 കിലോ ആണ്. ചെറിയ സ്വർണ്ണമൊന്നുമല്ല, 10 കിലോ സ്വർണം. അതിലധികം പിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിരിച്ചതിൻ്റെ അത് 1/4 കിലോ അല്ലെങ്കിൽ 1/2 കിലോ കാണാനില്ല എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും കണക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി തന്നെ പറയും. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അന്നത്തെ ബോർഡ് എന്ന് പറയുന്നത് പ്രയാഗ് ഗോപാലകൃഷ്ണനാണ്, പിന്നെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുമാണ്. ഇപ്പോഴും SITയെ സംബന്ധിച്ചും ഹൈക്കോടതിയെ സംബന്ധിച്ചും എല്ലാം വിമർശനപരമായ കാര്യങ്ങളാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ മിണ്ടാട്ടില്ല. UDFിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി 2017 ശബരിമലയിൽ നടത്തിയ കൊടിമരക്കൊള്ളയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് UDFിന്റെ അഴിമതി വ്യക്തമാക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിലവിൽ പുറത്തുവന്ന ക്രമക്കേടുകൾ UDF ഭരണകാലത്ത് നടന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കേസിൽ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാമെന്ന പ്രതീക്ഷയിൽ ആവേശത്തോടെ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾ വസ്തുതകൾ പുറത്തുവന്നപ്പോൾ നിശബ്ദത പാലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്ക് വർഗീയ വിരുദ്ധ സർട്ടിഫിക്കറ്റ് നൽകുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നയം വ്യക്തമാക്കണം. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് വേണം എന്നതാണോ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാടെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. വികസന മുന്നേറ്റ ജാഥയ്ക്ക് ലഭിക്കുന്ന വലിയ ജനപങ്കാളിത്തം സർക്കാരിനുള്ള അംഗീകാരമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണയാണ് ജാഥയ്ക്ക് ലഭിക്കുന്നത്. ഇത് വർഗീയ രാഷ്ട്രത്തിനെതിരായ ജനങ്ങളുടെ മറുപടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലാ വിഭജനം, പെരുന്നാൾ അവധി തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരാണ് മറുപടി പറയേണ്ടത്. ജാഥയിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമാണ് മറുപടി പറയുക എന്നും അദ്ദേഹം പറഞ്ഞു. അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന സാഹിത്യകാരന്മാരാണ് സർക്കാരിനെ വിമർശിക്കുന്നത്. ഇടതുപക്ഷം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ വിമർശിക്കുന്നുണ്ട്. ഇടതുപക്ഷം നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഗോവിന്ദ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. ഫോൺ 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.